പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കൂടാതെ 2 ക്ലാസ്സുകൾ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയങ്ങളെ സംബന്ധിച്ച്, പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് 1 മുതലുള്ള അധ്യായങ്ങൾ 13 വരെയുള്ള അധ്യായങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടോ എങ്കിൽ, എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, വിയോജിപ്പുകളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാകാത്ത പോർഷൻസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കണം, മടിക്കരുത്. നേരിട്ട് ചോദിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സൗരം പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരുമിച്ച് പഠിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഞാൻ സാഹിബ് പാടിയതുപോലെ ജഡം ആത്മാവിന്മേൽ ഭരണം ചെയ്യാത്ത ദിവ്യ സ്വാതന്ത്ര്യമുള്ള യേശുവിൻ്റെ പ്രമാണങ്ങൾ, യേശുവിൻ്റെ നിയമത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് റോമാലേഖനം 7-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ സ്റ്റാൻസ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റാൻസുകളും ഓരോ വേദഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ആ പാട്ട് തന്നെ നമ്മളൊന്ന് പഠിക്കാൻ നമുക്കുള്ളത് ഉള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ജഡം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാൽ, അവിടെ റോമാലേഖനത്തിൽ പറയുന്ന പോലെ എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്നുവെങ്കിലും എൻ്റെ ജഡത്തിൽ പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു. അത് എന്നെ എൻ്റെ ജഡത്തിലുള്ള പാപത്തിന് എന്നെ കീഴ്പ്പെടുത്തുന്നു, എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച നാം ജഡത്തിന്മേൽ വിജയം പ്രാപിച്ച് ദൈവപ്രസാദകരമായി ജീവിക്കുവാനും ദൈവികമായ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുന്നവരും മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യുന്നവരുമാക്കി തീർക്കേണ്ടതിനാണ് കർത്താവ് നമ്മെ ലോകത്തിൽ അയക്കിയിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ചിന്തിച്ചു വരുന്ന എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പ്രബോധന ഭാഗമാണ് 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള ഭാഗത്ത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 13-ൻ്റെ 25 വരെയുള്ള ഭാഗങ്ങളിൽ പ്രബോധന ഭാഗമാണ്. അതിൻ്റെ 4-ാമത്തെ ശീർഷകത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്കായിട്ടുള്ള പ്രബോധനം. വിശ്വാസ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്കായിട്ടുള്ള പ്രബോധനം. അതിലൊന്ന് നമ്മൾ ചിന്തിച്ചു, സഹിഷ്ണുതയോടും ലക്ഷ്യബോധത്തോടും കൂടെ സ്ഥിരോത്സാഹത്തോടും കൂടെ ഓടിയ യേശുവിനെ മാതൃകയാക്കുക. 2 നമ്മൾ ഓർത്തത് വിധേയത്വത്തോടും അച്ചടക്കത്തോടും കൂടെ ഓടുക. 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അത് നമ്മൾ കണ്ടത്, കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും തല്ലുന്നു, താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. 6-ാം വാക്യം, അതായത് ബാലശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അവിടെ 2 വാക്ക് അതിനോട് ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് പോയിക്കോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴും പറമ്പിൽ പണിയെടുത്തപ്പോഴൊക്കെ ഞാൻ ഈ ഭാഗങ്ങളിങ്ങനെ വീണ്ടും ചിന്തിച്ചപ്പോൾ, നമ്മളതാണല്ലോ ചിന്തിക്കുന്നത്, അതാണല്ലോ ചിന്തിക്കേണ്ടത്. മനസ്സിലേക്ക് വന്നൊരു കാര്യം, പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനായിട്ട് മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അവരെ തെറ്റാ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായാലും അവരെ ശിക്ഷിക്കാൻ, അവരെ ഒന്ന് നുള്ളിപ്പറിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ വടിയെടുത്ത് അവർക്ക് വേദനിക്കുന്ന നിലയിലൊന്ന് അവരെ അടിക്കാനായിട്ട് മടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തെറ്റായ സ്നേഹം. ബ്രദർ പറഞ്ഞത് ശരിയാണ്. എൻ്റെ കുഞ്ഞിന് വേദനിക്കുമോ? അവൻ്റെ തരളിതമായ ചർമ്മത്തിൽ ഈ വടി വെച്ച് അടിച്ച് അവിടെ ഒരു പാട് വന്ന് അവന് വേദനിക്കുമോ? അവന് വേദനിക്കുമ്പോൾ എന്താ?
നമുക്കും നമ്മുടെ മനസ്സ് വേദനിക്കുന്നു. അപ്പോൾ ദൈവം എന്താ പരിപാടി കാണിക്കുന്നത്? ദൈവം എന്ത് ചെയ്യുന്നു? തല്ലുന്നു. ദൈവം അടിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം തല്ലുന്നു, അടിക്കുന്നു. അപ്പോൾ ദൈവത്തിന് മനസ്സിന് വേദനയൊന്നുമില്ലേ? കഠിന ഹൃദയനാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരു വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. യിരെമ്യാ 31:20. എന്താ പറഞ്ഞേ? എഫ്രൈം എൻ്റെ ഓമനക്കുട്ടി, വാത്സല്യപുത്രൻ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോൾ, അവനെ ശിക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഉള്ളിൽ അവനോട് സ്ഥായി തോന്നുന്നു. എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ, എനിക്ക് 2 മക്കളുണ്ട്, നമ്മളാദ്യം പറയും അത് നീ ചെയ്യുന്നത് തെറ്റാണ് മോനെ, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ 1, 2, 3, 4 പ്രാവശ്യം ആദ്യം പ്രബോധിപ്പിക്കുന്നു, ബുദ്ധി പറയുന്നു, ബുദ്ധി ഉപദേശിക്കുന്നു. എന്താണ് പിന്നെ ചേതാവിന് അവന് ഭയനിർദ്ദേശം കൊടുക്കുന്നു. ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? ബാലശിക്ഷ കൊടുക്കുന്നു. അത് നശിപ്പിക്കാൻ, ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടല്ല. അത് സദൃശവാക്യത്തിൽ അങ്ങനെ വാക്യം, നിൻ്റെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം അവനെ ശിക്ഷിക്കരുത്, അടിക്കരുത് എന്ന വാക്യമുണ്ട്. അപ്പോൾ അവന് വേദനയ്ക്ക് അവൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് അവന് ബോധ്യമായി മനം തിരിയുവാൻ, ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനല്ലോ എന്നാണ് നമ്മളവിടെ വായിച്ചത്, അല്ലേ? ആ വിശുദ്ധി പ്രാപിക്കത്തക്ക നിലയിൽ, ശരിയിലേക്ക് തിരിയത്തക്ക നിലയിലാണ്. അപ്പോൾ ദൈവത്തിന് മനസ്സ് വേദനിക്കുന്നുണ്ട്. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് എന്ന് നമ്മൾ വിലാപപുസ്തകം വായിക്കുന്നുണ്ട്. പക്ഷെ എന്താ, ഒരു ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇസ്രായേലിനെ മാത്രം എടുത്താൽ മതി. ഇസ്രായേൽ തൻ്റെ ജനമായിരിക്കെ തന്നെ അവർ ദൈവത്തിന് വിരോധമായും തങ്ങളുടെ ജീവിതം താങ്കൾ ഒരു രാജ്യമെന്ന നിലയിൽ നശിച്ചു പോകത്തക്ക നിലയിലുള്ള വഴിവിട്ട പ്രവൃത്തികൾ ചെയ്തപ്പോഴൊക്കെയും ദൈവം അവരെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അത് അവരെ ഇല്ലാതെയാക്കാനാണോ? നശിപ്പിക്കാനല്ല. എന്നേക്കുമായി ഇല്ലാതാക്കാനോ നശിപ്പിക്കാനല്ല. യഹൂദൻ ഇന്ന് ലോകത്തിന് നെറുകയിൽ അവൻ വിരാജിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ ശിക്ഷിച്ചത് കൊണ്ടാണ്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം, എസെക്കിയേലിൻ്റെ പുസ്തകം, അതുപോലെ സങ്കീർത്തനത്തിന് മുമ്പുള്ള എസ്ര, നെഹമ്യ, എസ്തേർ, ഈ പുസ്തകങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കണം. അതെല്ലാം ഏകദേശം ഒരേ സമയത്ത് എഴുതിയ ഒരേ സമയത്ത് നടന്ന സംഭവങ്ങളാണ്. അതായത് ബാബേൽ സാമ്രാജ്യ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് യഹൂദയെ, യെരുശലേമിനെ പിടിച്ചുകൊണ്ടുപോയതാണ്. അതെന്താ കാരണം? അവർ ദൈവം പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കാതെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു. ഒരു സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആളുകൾ. സമാധാനമായി ജീവിച്ചിരുന്ന ഈ കനാൻ ദേശത്തുള്ള ആളുകളെ, ജാതികളെ, 7 മഹാജാതികളുണ്ടായിരുന്നല്ലോ. ആ ജാതികളെയൊക്കെ നീക്കി ദൈവം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന തൻ്റെ ജാതി, അല്ലെങ്കിൽ തൻ്റെ ജനത്തെ അവിടെ സ്ഥാപിച്ചത് ന്യായമാണോ, യുക്തമാണോ? അതൊരു നീതികേടല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. ലേവ്യ പുസ്തകത്തിലുണ്ട് ഉത്തരം. അവിടെ പറയുന്നുണ്ട് 18-ാം അധ്യായത്തിൽ, ആ ദേശത്തുള്ള ജാതികൾ, അവിടെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്കും നീതിക്കും നിരക്കാത്ത കാര്യങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചതുകൊണ്ട് ദേശം അവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ വാക്ക്, ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു എന്നാണ്. ഛർദ്ദിച്ചു കളഞ്ഞു. ഇതേ കുറ്റം നിങ്ങൾ ചെയ്താൽ നിങ്ങളെയും ദേശം എന്ത് ചെയ്യും? ഛർദ്ദിച്ചു കളയും. അപ്പോൾ ദൈവം നീതികേട് ചെയ്യുന്നില്ല. ഒരേ കാര്യം ആര് ചെയ്താലും ദൈവം എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. അപ്പോൾ യഹൂദനെ ദൈവം ശിക്ഷിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ ആ പ്രമാണങ്ങൾക്കും സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അവരെ എടുത്ത് ദൈവം എറിഞ്ഞു. ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിനെ വരുത്തി. എൻ്റെ ദാസനായ നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവരൊക്കെ വേണ്ടി ചെയ്യാൻ വേണ്ടി നെബൂഖദ്നേസറിനെ വരുത്തി അവരെ കൊണ്ടുപോയി. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുമ്പോൾ തന്നെ, അതാണ് നമുക്ക് ആവേശം തരുന്നത്. എന്താണ്?
ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, നെഹമ്യാവ് മുതലായ ഈ ബാലന്മാരെ അടിമകളായി, പ്രവാസികളായി കൊണ്ടുപോയവർ അവരവിടെ ആരായിത്തീർന്നു? അവർ ഭരണചക്രം തിരിക്കുന്ന ആളുകളാക്കി ദൈവം അവരെ മാറ്റി, അവരെ ഉയർത്തി. എസ്രായുടെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ്, അടിമത്തം കഴിഞ്ഞ് ഇസ്രായേൽ ജനം തിരിച്ചു വരുമ്പോൾ ദരിദ്രരായിട്ടല്ല അവർ വരുന്നത്, അവരൊന്നിനും പറ്റാത്തവരായിട്ടല്ല വരുന്നത്, മഹാധനികന്മാർ. അതാണ് യഹൂദൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ദൈവം അവരെ അടിച്ച് ശിക്ഷിപ്പിച്ച് ലോകത്തിൻ്റെ ഇതര രാജ്യങ്ങളിലേക്ക് ചിതറിപ്പിക്കുമ്പോഴും ചെന്നിടത്തൊക്കെയും ദൈവം അവരെന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഹിറ്റ്ലറും ജർമ്മനിയൊക്കെ അവരെ പീഡിപ്പിച്ചത്. അവർ ചെന്നിടത്തൊക്കെ എന്താ? അവരെ അഭ്യുദയം പ്രാപിച്ചു, ദൈവം അവരെ ഉയർത്തി. അപ്പോൾ ദൈവം ശിക്ഷിക്കുമ്പോഴും, സ്തോത്രം, ദൈവം തൻ സ്നേഹിക്കുന്ന ഏത് മകനെ എന്ത് ചെയ്യുന്നു? തല്ലുന്നു, ശിക്ഷിക്കുന്നു. എന്തിനാ? ഉയർത്താൻ, നന്മ നൽകുവാൻ. സ്തോത്രം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന 4-ാം വാക്യം എന്താ? 5-ാം വാക്യത്തിൽ നിരസിക്കരുത് കർത്താവിൻ്റെ ശിക്ഷയെ. ദൈവം എന്നെ അടിച്ചതൊന്നുമല്ല, ദൈവം എന്നെ ശിക്ഷിച്ചതൊന്നുമല്ല, അതൊരു ശോധനയാണ്. എന്തിനാന്ന് പറയുന്നത്? എന്നെ ദൈവം ശിക്ഷിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ദൈവം, ഞാൻ നന്നാകുവാൻ, ഞാൻ ശരിയായ വഴിയിലാകുവാൻ, കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക്, നീതിയിലേക്ക് ഞാൻ വളരുവാൻ, ഞാൻ മുഖാന്തരം എൻ്റെ സഭയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, ഞാൻ ഇടപെടുന്ന ആളുകൾക്കൊക്കെ നന്മയുണ്ടാകുവാൻ ദൈവം എന്നെ ശരിയായ വഴിയിൽ നടത്തുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളതിനെന്ത് ചെയ്യണം? സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. മക്കളെ ശിക്ഷിക്കാൻ നമ്മളെന്ത് ചെയ്യണ്ട? മടിക്കണ്ട. നമ്മുടെ തൃശ്ശൂർ ഒരു ചൊല്ലുണ്ട്, ഒരം കഴിച്ചാൽ മനം കഴിക്കേണ്ട എന്ന് പറയും. ഞാൻ മക്കളെ ശിക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നീട് അടുത്ത് ചെന്ന് ചിലപ്പോൾ അന്ന് രാത്രി അവരുടെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ചെവിയിൽ പറയാം, എടാ പോലീസുകാരുടെ ഇടി കൊള്ളാതിരിക്കാനാണ്, നാട്ടുകാരുടെ തല്ല് കൊള്ളാതിരിക്കാനാണ് ഇപ്പോൾ പപ്പ എന്ത് ചെയ്തത്? അടിച്ചത് എന്ന് പറഞ്ഞ് അവർക്ക് കാര്യം പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിച്ച ഒത്തിരി കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല, നമ്മളെ സ്കൂളിലൊന്നും നന്നായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു പാഠം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ബാലനായിരുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അച്ഛൻ വളരെ ലേറ്റായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഈ ചൂട്ട് കത്തിച്ചിങ്ങനെ വീശി വീട്ടിലേക്ക് വരും. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുറങ്ങാൻ, അതായത് ഇദ്ദേഹം ഉറങ്ങാനായിട്ട് പാടില്ല, ഇദ്ദേഹം അവിടെ വായിച്ചുകൊണ്ടിരിക്കണം, പഠിക്കുന്ന പാഠപുസ്തകം ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പാടത്തുനിന്ന് വരുമ്പോൾ ഈ ശബ്ദം കേൾക്കണം, മകൻ വായിക്കുന്ന ശബ്ദം കേൾക്കണം. ഉറങ്ങിയാൽ അടിയാണ്, ഉറങ്ങിപ്പോയാൽ അടിയാണ്. അപ്പോൾ അമ്മമാർക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ, അപ്പോൾ അമ്മ ഈ മകന് കാവലിരിക്കും. അപ്പോൾ പറയും, മോനെ ഉറങ്ങിക്കോ, അച്ഛൻ വരുമ്പോൾ വിളിക്കാം. അപ്പോൾ ചില ദിവസമൊക്കെ വായിക്കുന്നത് തലതിരിച്ചൊക്കെ ആയിരിക്കും വായിക്കുന്നത്, കാരണം ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റായിരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യം, ഈ അച്ഛൻ എന്നെ അടിക്കും, ആ പുളിവാറെടുത്തോ അല്ലെങ്കിൽ അന്നൊക്കെ അങ്ങനെയാണല്ലോ, പറമ്പിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും വടി കൊണ്ടൊക്കെ നന്നായിട്ട് അടിക്കും, ഈ തുടയെല്ലാം പൊട്ടും. പക്ഷെ അന്ന് ഈ അടിക്കുന്ന ദിവസം അച്ഛൻ കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? ഈ നെയ്യ് കൂട്ടി, അന്നത്തെ ദിവസം നെയ്യ് കൂട്ടിയായിരിക്കും ഊണ്, അത് അച്ഛനായിരിക്കും വാരി തരുന്നത്. എണ്ണ വെച്ച് മുറിവിൽ അല്ലെങ്കിൽ ആ തടിച്ച പാടുകളിലൊക്കെ എന്ത് ചെയ്യും? തടവും. കർത്താവ് ഇത് തന്നെ ചെയ്യുന്നത്. കർത്താവ് അടിച്ചിട്ട് കർത്താവ് പോവുകയല്ല, നീ നിൻ്റെ പണി നോക്കിക്കോ എന്നുള്ളതല്ല. കാരണം നമ്മൾ ആരാ? ഒരു സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി അതിലൊരു പാഠം കൂടെയുണ്ട്, സ്നേഹമുള്ളവരെ ശിക്ഷിക്കാവൂ. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നു, കരുതുന്നു, എന്നെക്കുറിച്ച് ഭാരവും ചിന്തയും ആകുലതയുള്ള ഒരാളാണ് എന്നെ ശാസിക്കുന്നതെങ്കിൽ എനിക്കതെന്തായിരിക്കും? സ്വീകാര്യമായിരിക്കും. അല്ലാത്തടത്തോളം കാലം ഒരിക്കലും എന്ത് ചെയ്യില്ല? സ്വീകരിക്കില്ല. സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ ശരിയായി മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം?
ശിക്ഷിക്കണം, പ്രബോധിപ്പിക്കണം, ശാസിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം ഈ ലോകം ഇപ്പോൾ എന്താണ് യൂറോപ്പിലെയും അമേരിക്കയുടെയും സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നു. കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? അടിക്കാൻ. സ്കൂളിൽ ചെല്ലുമ്പം നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ്, അപ്പം രക്ഷിതാക്കൾ പറയും, പേരൻസ് പറയും, അതിന് നിങ്ങൾ അടിക്കണം, അവർ തെറ്റ് ചെയ്യുന്നതിനെ അടിക്കണം. ഞങ്ങൾ അടിക്കുകയില്ല, അടിച്ചാൽ കുഴപ്പമാകും. കാരണം അടിച്ചു കഴിയുമ്പോൾ എന്താ അറിയാം, അടിച്ചു കഴിയുമ്പോൾ എന്താവും? രക്ഷിതാക്കൾ എന്തിനാ എൻ്റെ മകനെ അടിച്ചത്, എൻ്റെ മകളെ എന്തിനാ അടിച്ചത്? അടിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, പോലീസ് അടിക്കാവോ? പോലീസ് ലാത്തി വെച്ച് അടിക്കാമോ ആളുകളെ? അടി കൊള്ളാതിരിക്കാനാണ് വീട്ടിൽ മാതാപിതാക്കന്മാരും സ്കൂളിൽ അധ്യാപകരും ശിക്ഷിക്കേണ്ടത്. അവരെ ശരിയായ പൗരന്മാരായി, ശരിയായ വ്യക്തിത്വമുള്ളവരായി അവരെ വളർത്തുവാൻ ശാസനയും ശിക്ഷണവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു, അവനെ നശിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് തെറ്റായ ലോകത്തിൻ്റെ ചിന്താഗതി തിയറിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. തെറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മുന്നോട്ട് പോകാം. അത് ഒത്തിരി വിശദീകരിക്കാൻ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഇല്ലല്ലോ. 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു താരതമ്യമാണ്. എബ്രായ ലേഖനം മുഴുവനും താരതമ്യമാണല്ലോ. യേശുക്രിസ്തു വ്യക്തിത്വത്തിൽ മറ്റാരേക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ള താരതമ്യം. കർത്താവിൻ്റെ ശുശ്രൂഷ പഴയ നിയമ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതൻ്റെയും ശുശ്രൂഷയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള താരതമ്യം. ഇവിടെ ഒരു താരതമ്യം എന്താണ്? ഈ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ള ആളുകൾ യഹൂദന്മാരായ 1-ാം നൂറ്റാണ്ടിൽ ഈ ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന അനേക ആളുകൾ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുകയാണ്, അയ്യോ ഞങ്ങൾ വിട്ടുപോകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് വിട്ടുപോകുന്നത്, ഇവിടെ ഒന്നും കാണാനായിട്ട് ഇല്ലല്ലോ, ഇവിടെ കാണത്തക്ക നിലയിലോ ആചരിക്കത്തക്ക നിലയിലോ നമ്മൾ വിട്ടുപോകുന്നതിനോളം ഇവിടെ ഒന്നുമില്ല, ഒന്നും തന്നെയില്ല. അപ്പോൾ അവരെ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം, പദവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ, സുപ്പീരിയറായ, മോർ എക്സലൻ്റായ, ഏറ്റവും ബെറ്ററായ ഒരു പദവിയിലേക്കും സ്ഥാനത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണ്. എന്താണ് ഉദാഹരണം? ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പന കൊടുത്ത സീനായി പർവ്വതം, അതാണ് 18-19 വാക്യങ്ങൾ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം എവിടെയാണ് നമ്മൾ കാണുന്നത്? പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിലാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന വേദഭാഗങ്ങളിൽ, പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് 19-ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ 20-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 4-ന്റെ 11, ആവർത്തനം 4:11, പുറപ്പാട് 20-ന്റെ 18-19,
പുറപ്പാട് 19:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കണമെന്നില്ല. മോശെ ആ പർവ്വതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായ അനുഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ഥൂലമായെന്ന് പറഞ്ഞാൽ വലുത് എന്നാണ്. ആ വലിയ പർവ്വതം, അതുപോലെ തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു കൽപ്പന. അതായത് ഈ പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് ആരും വരരുത്, മനുഷ്യനും മൃഗമോ ചെല്ലരുത്, അടുത്തു വരരുത് എന്നാണ് അവിടെ പറയുന്നത്. അടുത്തു വരരുത്. അപ്പോൾ എന്തിൻ്റെ അടുക്കിലേക്കല്ല വന്നിരിക്കുന്നത്? അടുത്തു വരരുത് എന്നുള്ള ഒരു പ്രമാണത്തിൻ്റെ, അതാണ് ന്യായപ്രമാണം പറയുന്നത്, അടുത്തു വരരുത്. അപ്പോൾ അത് കേവലം സീനായ് മലയെ മാത്രം ഉദ്ദേശിച്ചല്ല, സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച ന്യായപ്രമാണത്തിന് കീഴിൽ വസിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രമാണമാണെന്ത്? അടുത്ത് വരരുത്. അപ്പോൾ അടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് ചെല്ലാതിരിക്കുവാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദൈവം ഒത്തിരി പ്രമാണങ്ങൾ എന്ത് ചെയ്തു? വെച്ചു. സമാഗമന കൂടാരം തന്നെ, സമാന കൂടാരത്തെക്കുറിച്ച് പറയുന്ന പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങൾ ആ സമാഗമന കൂടാരം നിവർത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ച് 25 മുതലുള്ള അധ്യായങ്ങളിലാണ്. അപ്പോൾ അതെങ്ങനെ പണിയണമെന്ന് 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞ് എവിടെ വെച്ചാൽ പറയുന്നത്? ദൈവം മോശയ്ക്ക് മലയിൽ വെച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് മോശ ഇറങ്ങി വരുമ്പോൾ താഴെ എന്താ സംഭവിച്ചത്? കാളക്കുട്ടിയെ അവർ ഈ മോശ വരാൻ താമസിക്കുന്നു എന്ന് അവർ നോക്കിയിട്ട് അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ആ സംഭവത്തിന് ശേഷം ദൈവം പറയുന്നുണ്ട്, ഇവർ എങ്ങനെയുള്ളവരാണ്? ഇവർ ദുശാഠ്യമുള്ള ജനമാണ്, ഞാൻ ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യില്ല? വസിക്കില്ല. ഇവരുടെ ഇടയിൽ വസിക്കും. ഞാൻ ഇവരുടെ ഇടയിൽ വസിച്ചാൽ ഇവരെന്ത് ചെയ്യും? നശിച്ച് പോകും. ഇവർ നാശം അവർക്ക് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ വസിക്കില്ല. എന്നിട്ടാണ് നമ്മൾ 32 കാണുന്നത്, മോശ വീണ്ടും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിച്ച്, നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത് എന്നെല്ലാം പ്രാർത്ഥിച്ച് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ മോശെ കൂടാരം നിവർത്തി അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. അപ്പം നേരിട്ട് ദൈവത്തിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കില്ല ഒരു സമാഗമന കൂടാരം. അപ്പം അവർക്ക് എവിടെ വരാം? സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വരാം. പക്ഷെ ദൈവസാന്നിധ്യം അവിടെ ഇല്ല. എവിടെയുള്ളത്? അതിൻ്റെ മുമ്പിലായിട്ടൊരു തിരുനിവാസം നിവർത്തിയിട്ടുണ്ട്. 4 വീതം മൂടുവിരികളുള്ളൊരു തിരുനിവാസം. ആ തിരുനിവാസത്തെ രണ്ടായി തിരിച്ചിരിക്കുക. അതിൻ്റെ ആദ്യ ഭാഗത്തും ഇല്ല, രണ്ടാം ഭാഗമായിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത്, ഒന്നാം ഭാഗമായിരിക്കുന്ന വിശുദ്ധ സ്ഥലം, രണ്ടാം ഭാഗമായിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത്. അവിടെ ആർക്ക് പോകാം? മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സീനായിൽ നിന്ന് ഉത്ഭവിച്ച ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്നവർക്കും അവരോട് പറയുന്നത് എന്താ? അടുത്ത് വരരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എവിടേക്കാണ്? അതാണല്ലോ 22-ാം വാക്യം ആരംഭിക്കുന്നത്. അങ്ങോട്ടല്ലല്ലോ വന്നിരിക്കുന്നത് എന്ന 18-ാം വാക്യത്തിൻ്റെ ഒടുവിൽ നിന്ന് പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുന്നത് 22-ലാണ്. പിന്നെ എവിടേക്കാണ് വന്നിരിക്കുന്നത്? സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. സിയോൻ പർവ്വതം എന്ന് പറയുമ്പോൾ എന്താ? സീനായ് പർവ്വതം പറയുന്നത് അടുത്ത് ചെല്ലരുത്. സിയോൻ പർവ്വതമോ? നമ്മൾ ഈ ആരോഹണ ഗീതങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ സങ്കീർത്തനത്തിൽ, ആരോഹണ ഗീതങ്ങൾ 120 മുതലുള്ള സങ്കീർത്തനങ്ങൾ. അതെന്താ? സിയോനിലേക്ക് കയറിപ്പോകുമ്പോൾ അവർ പാടുന്ന പാട്ടാണ് ഈ ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്, സിയോനിലേക്ക്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? വരുവിൻ, നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാം. എല്ലാവരും കൂടെ അവർ ആ സിയോൻ പർവ്വതത്തിൽ സിയോൻ പർവ്വതം എന്ന് പറയുന്ന ആ പർവ്വത നിരകളിൽ, നമുക്കറിയാം ജെറുസലേം ദേവാലയം പണിതിരിക്കുന്ന ഏതൊരു പർവ്വതത്തിലാണ്? മോറിയ മല. അപ്പോൾ ആ പർവ്വതങ്ങളെല്ലാം ചേരുന്ന പർവ്വത നിരകളെയാണ് ആ സിയോൻ അല്ലെങ്കിൽ രാജാവിൻ്റെ നഗരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടെ ചെല്ലുക. അപ്പോൾ വരിക എന്നുള്ളതാണ് അത് പറയുന്നത്. അത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തെക്കുറിച്ചല്ല. ദൈവമക്കളോട് പുതിയ നിയമം പറയുന്നതാണ്. എന്താ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും
ഞാൻ അവരുടെ നടുവിലുണ്ട്. ദൈവമക്കൾ കൂടുന്ന, അവർക്ക് ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ആ അതിവിശുദ്ധ സ്ഥാനത്ത് ദൈവ സാന്നിധ്യത്തിൽ തന്നെ അവർക്ക് വരിക, അടുത്തു വരിക എന്ന് പറയുന്ന ഒരു പ്രമാണത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 2, സ്വർഗീയ യെരുശലേമിനും ദൈവത്തിൻ്റെ നഗരമായ, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും. യഹൂദൻ്റെ അഭിമാനമാണ് യെരുശലേം നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ആ യെരുശലേമിലല്ല, ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യമാണ്, എങ്കിലൊന്ന് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 21 മുതൽ വായിക്കും. അടിമയിലല്ലോ. അതായത് 25-ാം വാക്യം, ഹാഗാർ എന്നത് രണ്ട് സ്ത്രീകൾ, ഒന്ന് സാറ, മറ്റൊന്ന് ഹാഗാർ. അപ്പോൾ ഹാഗാർ എന്നത് അറബ് ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് എഴുതുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാളിലൊക്കെ യഹൂദന്മാർ പറയുന്നത് എന്താ? കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്താ? നിങ്ങൾ സത്യം പറയും, സത്യം നിങ്ങളെ. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങളാർക്കും അടിമകളല്ല. അവരടിമകൾ ആരുടെ? റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവരടിമകളും അവർ കപ്പം കൊടുക്കുന്നവരുമാണ്. അപ്പോൾ ഈ യെരുശലേമിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ യഹൂദൻ്റെ അഭിമാന നഗരമാണത്. പക്ഷെ അതിനൊരിക്കലും എന്ത് കിട്ടിയിട്ടില്ല? സമാധാനം. അതുകൊണ്ട് പറയുന്നത് യെരുശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് ഒരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല. അവർക്ക് അവരുടെ ഏറ്റവും അഭിമാന നഗരമാണ് അന്നും ഇന്നും എന്നും. പക്ഷേ ആ നഗരം, എന്നിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 26-ാം വാക്യം, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അതായത് യെരുശലേം നഗരത്തിലേക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ചിതറിപ്പോയ യഹൂദന്മാർ ഇത് എഴുതുന്ന സമയത്തും നമുക്കറിയാം, ഈ റോമാ സാമ്രാജ്യ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ ആ സാമ്രാജ്യത്തിൻ്റെ അനേക ഭാഗങ്ങളിലുള്ള യഹൂദന്മാർ അവർ ഒരുമിച്ച് യെരുശലേമിൽ കൂടി വരും. അവരുടെ 3 ഉത്സവങ്ങളിൽ. അങ്ങനെ ഉത്സവത്തിൽ വന്നതാണല്ലോ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ കാണുന്നത്. അവർ അഭിമാന നഗരത്തിലേക്ക് വരും. പക്ഷേ അത് അടിമത്തത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ മേലിലുള്ള യെരുശലേമോ അവൾ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അതായത് ഈ മക്കള് പുറത്തു പോയിട്ട് ഓടി അമ്മയുടെ അടുക്കിലേക്ക് മടിയിലേക്ക് വരുന്നത് പോലെ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്ക് ദൈവമക്കൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യും? ഓടി വരും. അതാ കെ വി സമ്മൻ സാർ പാടിയത്. പൊന്നെരുശലേം അമ്മേ നിന്നെ സ്നേഹിക്കും മക്കൾ തമ്മേ, തിരുമടിയിൽ ചേർത്തുകൊണ്ടാലും ചെമ്മേ, നിജതനയർ കാലംബമായൊരമ്മേ എന്ന് പറയുന്നു. ആ യെരുശലേം, ആ സ്വർഗീയ യെരുശലേം കർത്താവിൻ്റെ വാഴ്ചയിൽ എന്തുണ്ടാകും? വാഴ്ചയ്ക്ക് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഓ ദൈവത്തിന് സ്തോത്രം. അപ്പം പറയുക, ഈ യെരുശലേമിന് എന്താ കുഴപ്പം? ഇപ്പോഴുള്ള യെരുശലേം അടിമത്വത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴുള്ള യെരുശലേം നശിച്ചു പോകുന്നതാണ്. ഇപ്പോഴുള്ള യെരുശലേമും നഗരവും സമാധാനമില്ലാത്തതാണ്. എന്നാൽ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ 11-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ? വിശ്വാസവീരന്മാരൊക്കെ ദൈവം അവർക്കായൊരു നഗരം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ, മെസപ്പൊത്തോമിയ ഓർത്തായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ഈ കുഗ്രാമത്തിൽ വന്ന് അവർ ടെൻ്റടിച്ച് കിടക്കുകയല്ല. കുഗ്രാമത്തിൽ, കനാൻ ദേശത്ത് കുഗ്രാമത്തിൽ വന്ന് അവർ ടെൻ്റടിച്ച് താമസിക്കുകയില്ല വിട്ടുപോകുന്ന മെസപ്പൊത്തോമിയ ഓർത്തിരുന്നുവെങ്കിൽ.
പക്ഷേ ദൈവം അവർക്കായി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ ആ നഗരത്തിനായി അവർ കാത്തിരുന്നു. അവർ നിലനിൽക്കുന്ന നഗരം, ആ നഗരത്തിനായി അവർ കാത്തിരുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. അടുത്ത കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് 22-ാം വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ യഹൂദൻ പറയുന്നത് എന്താ? 2-ാം അധ്യായത്തിൽ നമ്മളെന്താ പഠിച്ചത്? 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 18-ാമത്തെ വാക്യം വരെ നമ്മളെന്താ ചിന്തിച്ചത്? ദൂതന്മാർ. യഹൂദന്മാർ പറയുന്ന, അയ്യോ ഇവിടെ ദൂതന്മാരൊന്നുമില്ല, നമുക്ക് ആരുണ്ട്? ദൂതന്മാരുണ്ട്. ഗബ്രിയേലും മിഖായേലും അതുപോലെ ദൂതന്മാരുടെ വലിയ നിര നമുക്കുണ്ട്. ഇവിടെ ദൂതന്മാരില്ലല്ലോ. ഉണ്ട്. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 1-ാം അധ്യായത്തിന് 14-ാം വാക്യം. അവരൊക്കെയും, ദൂതന്മാരെ കുറിച്ച് പറയുന്നത് എന്താ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന അപ്പം നമ്മുടെ കൂടെ ആരുണ്ട്? അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും, അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും അടുക്കലേക്കല്ലോ വന്നിരിക്കുന്നത്. അടുത്തത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ ഏതാണ്? നമ്മളവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നു, ടു ദ ജനറൽ അസംബ്ലി ആൻഡ് ദ ചർച്ച് ഓഫ് ദ ഫസ്റ്റ് ബോൺ ഹു ആർ രജിസ്റ്റേർഡ് ഇൻ ഹെവൻ എന്നാണ്. ദൈവസഭ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ അവരെ ആദ്യജാതന്മാരെന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1:18 മറ്റു വേദഭാഗങ്ങളൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ക്രിസ്തുവിലുള്ള അവകാശം ലഭിച്ചിരിക്കുക, പുത്രത്വം. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് 15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത്. നാം മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും. അപ്പോൾ നമുക്ക് ആദ്യജാതന്മാരെന്നുള്ള പദവി നൽകി ക്രിസ്തുവിൽ അവകാശം നൽകിയിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വീണ്ടും ജനനത്തിലൂടെ അവകാശം നൽകിയിരിക്കുക. അങ്ങനെയുള്ളവരുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, എഴുതിയിരിക്കുന്നു എന്നാണ്. അവിടെ ആ ചർച്ച് എന്നുള്ള വാക്ക് നമുക്ക്, എക്ലീസിയ എന്നുള്ള ആ വാക്ക് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അസംബ്ലി to the general assembly and the church of the firstborn who are registered in heaven. ഓ സ്തോത്രം. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവരുടെ രജിസ്ട്രി, ഭൂമിയിലുള്ള രജിസ്ട്രിയിൽ പേരുള്ള യഹൂദൻ വന്ന് ദേവാലയത്തിൽ യാഗം അർപ്പിക്കുന്ന കാര്യമല്ല. ഇതെവിടെ പേരെവിടെയുണ്ട്? സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കൂട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു കാര്യം, എല്ലാവരുടെയും ദൈവമായ 23-ാം വാക്യം, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി. അത് പറയാനൊരു കാരണമുണ്ട്. അത് പറയാനുള്ള കാരണം, യഹൂദൻ തങ്ങളെ തന്നെ മറ്റെല്ലാവരേക്കാൾ ശ്രേഷ്ഠരായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി എല്ലാവരും പുറജാതികളും പുറജാതി നായ്ക്കളുമാണ്. അവരാണ് ദൈവത്തിൻ്റെ ജനം. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഇത് പറയാനുള്ള കാരണം നമുക്ക് അറിയാം. പുതിയ നിയമം എന്ന് പറയുന്നത് യഹൂദനും യവനനും ചേരുന്നതാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1-12 അധ്യായത്തിൽ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏകാത്മാവിനാൽ സ്നാനമേറ്റു. അപ്പോൾ എഫെസ്യർ 3-ാം അധ്യായം അതാണല്ലോ പറയുന്നത്. എന്താ? ക്രിസ്തുവിൽ ഒന്നാകുക. ജാതികളും സുവിശേഷത്താൽ
എന്താണ് ദൈവമഹത്വത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ള ദൈവിക മർമ്മം. അപ്പോൾ അവരെ എല്ലാവരെയും വിധിക്കുന്നവനാണ് ദൈവം. എല്ലാവരുടെയും ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 4, 3, 7 പേരുള്ള അല്ലെങ്കിൽ ലോക ജനസംഖ്യയുടെ 0.06 മാത്രമുള്ള യഹൂദനെ മാത്രം വിധിക്കുന്ന, ആ യഹൂദൻ മാത്രം പിടിക്കുന്ന ഒരാളെ അല്ല. ലോകത്തിലെ സകല ജാതികളിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ദൈവം തനിക്കായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന കോടാനുകോടി അസംഖ്യം പേരുടെ ഒരു കൂട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതാ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, അപ്പം നമ്മളെക്കുറിച്ച് സാധാരണ ആളുകൾ പറയുന്ന ഒരു ആക്ഷേപമാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളാകെ 4, 3, 7 പേര്. അല്ല, അത് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നതാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന കോടാനുകോടി എല്ലാ, ഞങ്ങളുടെ ദൈവം പ്രാദേശിക ദൈവമല്ല. ഞാൻ വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ പറയുന്ന ഒരു പ്രാദേശിക ദൈവം, ഒരു ലോക്കൽ ദൈവമല്ല. സകല തിരുവചനത്തിൽ അതാ പറയുന്നത്. അന്ന് അങ്ങനെ അറിഞ്ഞിട്ട് എഴുതിയിരിക്കണമെന്നില്ല വെളിപ്പാട് പുസ്തകത്തിൽ. പക്ഷേ അത് സത്യമാണ്. സകല ജാതികളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നുള്ളവരെ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്. നിങ്ങളത് ഓർക്കണം. നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ഔന്നിത്യം, അതിൻ്റെ പദവി നിങ്ങൾ തള്ളിക്കളയരുത്. 24 വാക്യം, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, അത് പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാരാ? മോശെ. നമ്മളത് കണ്ടതാണ്. വീണ്ടും വാക്യം എടുക്കുന്നില്ല. വാക്യം ഗലാത്യലേഖനം 3:19. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 10-ാം അധ്യായം നമ്മൾ കണ്ടു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് മനുഷ്യരുടെ പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. 10:4. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങളെ പരിഹരിച്ച് അവന് ദൈവസന്നിധിയിൽ പൂർണ്ണനായും വിശുദ്ധനായും നീതിമാനായും നിർത്താൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൻ്റെ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണം വാങ്ങി കൊടുക്കുക മാത്രമാണ് മോശ ചെയ്തതെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു അതിന് ഉത്തരവാദിയായി തീർന്നുവെന്ന് നമ്മൾ വായിച്ചല്ലോ. 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും അതിന് ഉത്തരവാദിയാണ്. അതെങ്ങനെയാണ്? തൻ്റെ രക്തം കൊണ്ടാണ് താൻ എന്ത് ചെയ്തത്? നിയമം സ്ഥാപിച്ചത്. പഴയ നിയമം സ്ഥാപിക്കുമ്പോൾ, ഒന്നാമത്തെ നിയമം സ്ഥാപിക്കുമ്പോൾ മോശ ഈസോപ്പ് തണ്ട് രക്തത്തിലും വെള്ളത്തിലും മുക്കി ജനത്തിന്മേലും പുസ്തകത്തിന്മേലും തളിച്ച് ഇത് ദൈവം നിങ്ങളോട് ചെയ്യുന്ന നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞു. പക്ഷേ പുതു നിയമം സ്ഥാപിച്ചത് എങ്ങനെയാ? സ്വന്തം രക്തം ചിന്തി. കർത്താവ് പറഞ്ഞു, ഇത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. ഓ സ്തോത്രം. അപ്പോൾ ആ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും മനുഷ്യരുടെ പാപങ്ങൾ എന്നേക്കുമായിട്ട് പരിഹരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ എത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഭയനിർദ്ദേശമുണ്ട്. 6-ാമത്തെ എബ്രായ ലേഖനത്തിൽ 6-ാമത്തെ മുന്നറിയിപ്പാണ് അവിടെ. 6-ാം മുന്നറിയിപ്പ് 25 മുതൽ 29 വരെയുള്ള വാക്യം. സ്തോത്രം. ഭയനിർദ്ദേശമാണ്, വാണിംഗാണ്. എന്താണ് വാണിംഗ്? ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്. നിന്റെ യാതൊരു പ്രവൃത്തിയും വേണ്ട. നീ എത്ര മോശമായിക്കൊള്ളട്ടെ, എത്ര കൊടും പാപിയായിക്കൊള്ളട്ടെ, നീ ആരുമായിക്കൊള്ളെ, യഹൂദനാകട്ടെ യവനനാകട്ടെ, നീ ബർബരനോ പഠിച്ചവനോ ആകട്ടെ, ആരുമാകട്ടെ,
ദൈവത്തിന് വിഷയമല്ല. കാരണം ദൈവം സ്നേഹവാനാണ്, കൃപയുള്ളവനാണ്. എന്താണ് കൃപ? അൺമെറിറ്റഡ് ഫേവർ, അർഹിക്കാത്ത ദാനം കൊടുക്കുന്ന. നീ ഏറ്റവും മോശമായ സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ കൃപയുള്ളവനാണ് ദൈവം, കൃപയുള്ളവനാണ്. അതിനാണ് ദൈവം എന്ത് ചെയ്തത്? തൻ്റെ പുത്രനെ ക്രൂശിൽ ബലിയർപ്പിച്ച് നഷ്ടപ്പെടാത്ത രാജ്യത്തിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത് 25-ാം വാക്യത്തിൽ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ. എന്നാ അതിൻ്റെ അർത്ഥം? ഭൂമിയിൽ അരുളി ചെയ്തത് ആരാ? മോശ മുഖാന്തരം പറഞ്ഞ ന്യായപ്രമാണം. അത് നമ്മൾ രണ്ടാമത്തെ 4-ാം വാക്യം നമ്മൾ കണ്ടതല്ലേ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞോ. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽകിയതുമായ ഇത്ര വലിയ താരതമ്യ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത ന്യായപ്രമാണം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അരുളി ചെയ്ത മോശ പറഞ്ഞ ന്യായപ്രമാണം അനുസരിക്കാത്തവർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിരസിക്കുന്നവർ ശിക്ഷ എന്ത് ചെയ്യില്ല? തെറ്റി ഒഴുകിയില്ല. എന്തുകൊണ്ടാണ് ആളുകൾ സ്വർഗീയമായ പ്രമാണത്തെ അനുസരിക്കുവാനും അതിന് വിധേയപ്പെടുവാനായിട്ട് മനസ്സില്ലാതിരിക്കുന്നത്? നമ്മൾ തന്നെ സുവിശേഷം പറയുമ്പോൾ അനേകർക്ക് കാര്യങ്ങൾ, സത്യങ്ങൾ ബോധ്യമായിട്ടും നമ്മളത് കാണുമല്ലോ. 10:26 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ആളുകൾ എന്തുകൊണ്ട് ദൈവകൃപയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അവിടെ പറഞ്ഞിരിക്കുക. 27-ാം വാക്യം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിർമ്മിതമായ ഇളക്കമുള്ളതിന് എന്ത് വരും? മാറ്റം വരും. ആളുകൾ എന്തിലേക്കാണ് നോക്കുന്നേ? കാണുന്ന ഈ എത്ര മനോഹരമായിട്ടാ ഞങ്ങളുടെ ദേവാലയം. അതിൽ 1000 ഇടവകാംഗങ്ങളുണ്ട്. അപ്പോൾ ഈ നിർമ്മിതമായതാണെങ്കിലും ഇതിനെന്ത് വരും? ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും എന്ത് ചെയ്യും? ഇളക്കി. ഈ സകലത്തിനും മാറ്റം വരും. നിർമ്മിതമായ ആലയത്തിനും മാറ്റം വരും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനും എന്ത് പറ്റും? മാറ്റം വരും. അതാ പറഞ്ഞതിന് സാധനം. അത് 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ട്. പഴയതാവതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് പറയുന്ന. അപ്പോൾ ഇതിന് മാറ്റം വരും. അപ്പോൾ ഇവർ യഹൂദന്മാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട്? വന്നവർക്ക് എന്താ തിരിച്ചു പോകാൻ തോന്നുന്നത്? ഇതിലേക്ക് നോക്കിയിട്ട്, ദേവാലയത്തിലേക്ക്, ഇതിൻ്റെ മഹത്വം നോക്കിയിട്ട്. അപ്പോൾ അതിന് മാറ്റം വരും. എന്നിട്ട് മാറാത്ത ഒരു രാജ്യം. അതാണല്ലോ 28-ാമത്തെ വാക്യം. എന്നാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ മാറുന്നതിലേക്കല്ല നോക്കണ്ടേ. പിന്നെ ഇളകാത്ത രാജ്യം, അവൻ്റെ രാജ്യം വരാൻ പോവുകയാണ്. മാറ്റമില്ലാത്ത ഒരു രാജ്യം വരാനായിട്ട് പോവുകയാണ്. ഇളകാത്ത രാജ്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിലേക്ക് നിങ്ങൾ നോക്കണം. ഇല്ല എങ്കിൽ ഈ സ്നേഹവാനായ ദൈവം, ഈ കൃപയുള്ള ദൈവം, ഈ കരുണാമയനായ ദൈവം ആരായി മാറും? ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള സംഭവമാണ്. എന്താ? ക്ഷമിക്കുന്നേ. അങ്ങ് ക്ഷമിക്ക്. എന്ത്? കർത്താവ് എന്താ പറഞ്ഞേ? ക്ഷമിക്കാൻ. നമ്മുടെ ദൈവം ആരാണ്? അല്ല, നമ്മൾ പറയുന്നത് അതല്ലല്ലോ. എന്താ? സ്നേഹമുള്ള, കരുണയുള്ള, കൃപയുള്ള, ക്ഷമിക്കാനല്ലേ ദൈവം പറഞ്ഞേ. ഈ ക്ഷമയുള്ള, ദീർഘക്ഷമയും മഹാദയും കരുണാസമ്പന്നനും സ്നേഹസമ്പൂർണനുമായ ദൈവമാണ് ആളുകളെ എങ്ങോട്ട് വിടുന്നത്? നരകത്തിലേക്ക് വിടുന്നത്. അതിൻ്റെ അർത്ഥം അതിനെന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. എൻ്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട്
വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. നമ്മുടെ ദൈവം സ്നേഹമുള്ളവനാണ്, കൃപയുള്ളവനാണ്. അപ്പോൾ തന്നെ ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മൾ പറയില്ലേ ദൈവസ്നേഹത്തിന് അതിരുകളിൽ നിന്ന്, ചുമ്മാ പറയുന്ന നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കുക. ഈ ദൈവം ആരാകും? ദഹിപ്പിക്കുന്ന നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടു, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. കർത്താവ് നമ്മെ സഹായിക്കും.